എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ SSLC പരീക്ഷാ ഫലം ഇന്ന് പ്രഖ്യാപിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇന്ന് വൈകുന്നേരം 3 മണിയോടെ വിദ്യാർത്ഥികളുടെ ഈ വർഷത്തെ SSLC പരീക്ഷാ ഫലം വിദ്യാഭ്യാസ മന്ത്രി വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ട് പ്രഖ്യാപിക്കുന്നതാണ്. അപ്പോൾ എത്ര വിദ്യാർത്ഥികൾ ഈ ഒരു പരീക്ഷ എഴുതിയിട്ടുണ്ട്, ജയിച്ചിട്ടുണ്ട്, അതുപോലെ എത്ര വിദ്യാർത്ഥികൾക്ക് A+ കിട്ടിയിട്ടുണ്ട്, ഏറ്റവും കൂടുതൽ A+ ഉള്ള ജില്ല, ഏറ്റവും കൂടുതൽ ജയിച്ചിട്ടുള്ള ജില്ല, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ജയിച്ച വിദ്യാർത്ഥികളുള്ള സ്കൂള്, അതുപോലെ തന്നെ പരീക്ഷ എഴുതിയതിൽ എല്ലാ വിദ്യാർത്ഥികളും ജയിച്ച സ്കൂള്, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ A+ ഉള്ള സ്കൂള് ഏതാണ്, ഫുൾ A+ കിട്ടിയ കൂടുതൽ വിദ്യാർത്ഥികളുടെ ജില്ല, സ്കൂള് എന്നിങ്ങനെയുള്ള വിവിധ വിവരങ്ങൾ വിദ്യാഭ്യാസ മന്ത്രി ഈ ഒരു വാർത്താ സമ്മേളനത്തിൽ നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു റിസൾട്ട് പ്രഖ്യാപിച്ച ശേഷം നിങ്ങൾക്ക് ഏകദേശം 4 മണിയോടെ വിവിധ വെബ്സൈറ്റുകൾ വഴി നിങ്ങളുടെ റിസൾട്ട് അറിയാൻ പറ്റും. റിസൾട്ട് അറിയാൻ പറ്റുന്ന വെബ്സൈറ്റുകളുടെ ലിങ്കുകളൊക്കെ ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് അറിയാനുള്ള പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിച്ച പ്രധാനപ്പെട്ട കാര്യമാണ് SSLC പരീക്ഷ ജയിക്കുന്നതിനായിട്ട് എത്ര മാർക്ക് വേണം എന്നുള്ളത്. അപ്പോൾ നമുക്ക് ആ ഒരു കാര്യം നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു SSLC റിസൾട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതായത് ജയിക്കാനായിട്ട് ഈ ഒരു പരീക്ഷയിൽ വേണ്ട മാർക്ക് എന്ന് പറയുന്നത്, അതായത് നിങ്ങൾക്കറിയാം SSLCയുടേത് മാർക്കല്ല ഉണ്ടാവുക, ഗ്രേഡിംഗ് സിസ്റ്റമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് A+ മുതൽ ഈ ഗ്രേഡ് വരെയുള്ള ആ ഒരു ഗ്രേഡുകളിൽ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ഗ്രേഡുകളായിരിക്കും നിങ്ങളുടെ റിസൾട്ടിൽ ഉണ്ടാവുക. അതായത് ഓരോ സബ്ജക്റ്റിൻ്റെ നേരെയും ഏത് ഗ്രേഡാണ് കിട്ടിയത് എന്നുള്ളതാണ് ഉണ്ടാവുക, അല്ലാതെ നിങ്ങൾക്ക് മാർക്ക് അറിയാനായിട്ട് പറ്റുന്നതല്ല. അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന മാർക്ക്, അതായത് ആ ഒരു ഗ്രേഡ്, ഏറ്റവും കുറഞ്ഞ ഗ്രേഡ് എന്ന് പറയുന്നത് ഒന്നുകിൽ D+ ആയിരിക്കണം. കാരണം D+ന് താഴെയുള്ള ഈ ഒരു D ഗ്രേഡോ അതല്ലെങ്കിൽ E ഗ്രേഡോ ആണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ ആ ഒരു സബ്ജക്റ്റ് തോൽക്കുന്നതായിരിക്കും. അങ്ങനെ തോൽക്കുന്നതാണെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് SSLC സേ പരീക്ഷ എഴുതിയിട്ട് ജയിക്കാവുന്നതാണ്. സേ പരീക്ഷ ജൂൺ മാസത്തിൽ ഉണ്ടാവുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഒട്ടും ടെൻഷൻ അടിക്കുകയോ പേടിക്കുകയൊന്നും ചെയ്യേണ്ടതില്ല. അതുപോലെ അതിനുശേഷം +1 അഡ്മിഷനായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനും സാധിക്കും. അതുപോലെ അഡ്മിഷനും നേടാനായിട്ട് പറ്റും. കാരണം കഴിഞ്ഞ വർഷം പല വിദ്യാർത്ഥികളും ഈ ഒരു സേ പരീക്ഷയൊക്കെ എഴുതിയിട്ട് ഈ ഒരു സയൻസ് ഗ്രൂപ്പിലൊക്കെ അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇനി A+ ആയിട്ട്, അതായത് A+ കിട്ടാനായിട്ട് എത്ര മാർക്ക് വേണം എന്ന് നോക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ജയിക്കാനായിട്ട് എത്ര മാർക്ക് വേണം എന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് D+ ഗ്രേഡാണ് ജയിക്കാനായിട്ട് വേണ്ട ഏറ്റവും കുറഞ്ഞ മാർക്ക്. അപ്പോൾ ഇതിന് മുകളിലോട്ട് എത്ര മാർക്ക് കിട്ടിക്കഴിഞ്ഞാലും അത് നിങ്ങളുടെ SSLCയുടെ മാർക്ക് പെർസെൻറ്റേജിനെ കൂട്ടുന്നത് ആയിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു D+ കിട്ടാനായിട്ട് വിദ്യാർത്ഥികൾക്ക്, അതായത് നിങ്ങളുടെ ഈ ഒരു ജയിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനായിട്ട് ഈ ഒരു പരീക്ഷയുടെ മാർക്ക്, അതായത് TE മാർക്ക്, അതിനോടൊപ്പം തന്നെ CE മാർക്ക്, അതുപോലെ തന്നെ പ്രാക്ടിക്കൽ ഉള്ള സബ്ജക്റ്റ് ആണെങ്കിൽ പ്രാക്ടിക്കലിൻ്റെ മാർക്ക്, അതുപോലെ തന്നെ ഗ്രേസ് മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് എന്നിങ്ങനെ ടോട്ടൽ മാർക്ക് കൂട്ടിയിട്ടാണ് വിദ്യാർത്ഥികൾ ജയിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് കണക്കാക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഗ്രേസ് മാർക്ക് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റിസൾട്ടിൽ, അതായത് നിങ്ങളുടെ റിസൾട്ട് നോക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു പ്രിൻ്റ് ഔട്ടിൽ കൃത്യമായിട്ട് ഗ്രേസ് മാർക്ക് അവാർഡഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഗ്രേസ് മാർക്ക് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് കിട്ടി എന്ന് മനസ്സിലാക്കാം. അത് ഗ്രേസ് മാർക്ക് അവാർഡഡ് എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ജയിക്കാനായിട്ട് എത്ര മാർക്ക് വേണം എന്ന് നോക്കാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു TE മാർക്കും, അതുപോലെ തന്നെ CE മാർക്ക്, അതുപോലെ തന്നെ ഗ്രേസ് മാർക്ക്, അതുപോലെ പ്രാക്ടിക്കൽ ഉണ്ടെങ്കിൽ പ്രാക്ടിക്കലിൻ്റെ മാർക്ക് എന്നിങ്ങനെ ടോട്ടൽ മാർക്ക് കൂട്ടിയിട്ടാണ് നിങ്ങൾ ജയിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് കണക്കാക്കുന്നത്. അപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് ജയിക്കാനായിട്ട് വേണ്ട ഏറ്റവും കുറഞ്ഞ മാർക്ക് എന്ന് പറയുന്നത് 40 മാർക്കിൻ്റെ പരീക്ഷയിൽ 10 മാർക്ക് CE ഉൾപ്പെടെ 50 മാർക്കിലാണ് വരിക. അപ്പോൾ ഈ ഒരു 50 മാർക്കിൽ നിങ്ങൾക്ക് 10 മാർക്ക് CEയും അതുപോലെ പരീക്ഷയിൽ 5 മാർക്കും കിട്ടിയാൽ 15 മാർക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു 15 മാർക്ക് കിട്ടിയാലാണ് നിങ്ങൾ ആ ഒരു 40 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ 10 മാർക്ക് CE ഉൾപ്പെടെ 50 മാർക്കിൽ നിങ്ങൾ ഈ ഒരു 15 കിട്ടിയാലാണ് D+ കിട്ടി ജയിക്കുക. ഇനി 80 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ അതിൽ 20 മാർക്ക് CE ഉൾപ്പെടെ 100ലാണ് ആകെ വരുന്നത്. അപ്പോൾ ഇതിൽ 20 മാർക്ക് CE കിട്ടുകയും 10 മാർക്ക് നിങ്ങൾക്ക് പരീക്ഷയിൽ കിട്ടുകയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 30 മാർക്ക് ഈ ഒരു പരീക്ഷയിൽ കിട്ടുന്നതാണ്. അപ്പോൾ അങ്ങനെ ടോട്ടലായിട്ട്, അത് പരീക്ഷയിൽ ലഭിച്ച മാർക്ക് CE മാർക്ക് ടോട്ടൽ കൂട്ടുമ്പോൾ 30 മാർക്കാണ് വേണ്ടത്. അപ്പോൾ ഈ 30 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് D+ ഗ്രേഡ് കിട്ടി നിങ്ങൾ ജയിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ SSLC പരീക്ഷ എന്ന വിദ്യാർത്ഥികൾ അധിക വിദ്യാർത്ഥികളും ജയിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ തോൽക്കുമെന്നുള്ള പേടി വിദ്യാർത്ഥികൾക്ക് ആവശ്യമില്ല. അഥവാ തോറ്റു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് SSLCയുടെ സേ പരീക്ഷ എഴുതി ജയിക്കാനും സാധിക്കുന്നതായിരിക്കും. ഇനി വിദ്യാർത്ഥികൾക്ക് A+ കിട്ടാനായിട്ട് എത്ര മാർക്ക് വേണം എന്ന് നോക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് 50 മാർക്കുള്ള മാർക്കാണ് പറയുന്നത്. അതായത് 40 മാർക്കിൻ്റെ പരീക്ഷയിൽ കിട്ടുന്ന മാർക്ക്, അതുപോലെ തന്നെ 10 മാർക്ക് CE, ടോട്ടൽ 50 മാർക്കിലാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു 50 മാർക്കിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയാലാണ് A+ കിട്ടുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ 45 മുതൽ 50 വരെ മാർക്ക് കിട്ടിയാൽ A+, 40 മുതൽ 44 വരെ കിട്ടിയാൽ A ഗ്രേഡ്, 35 മുതൽ 39 വരെ കിട്ടിയാൽ B+ ഗ്രേഡ്, അതുപോലെ 30 മുതൽ 34 വരെ B ഗ്രേഡ്, 25 മുതൽ 29 വരെ C+ ഗ്രേഡ്, 20 മുതൽ 24 വരെ C ഗ്രേഡ്,
15 മുതൽ 19 വരെ ഡി പ്ലസ് ഗ്രേഡ്, 10 മുതൽ 14 വരെ ഡി ഗ്രേഡ്, അതുപോലെ തന്നെ 0 മുതൽ 9 വരെ ഇ ഗ്രേഡാണ് കിട്ടുക. ഇനി അടുത്തത് 80 മാർക്കിൻ്റെ സബ്ജക്റ്റ് വരുന്നത് 100ലാണ് ടോട്ടലായിട്ട് വരുന്നത്. അതായത് 80 മാർക്ക് പരീക്ഷയുടെ മാർക്ക്, 20 മാർക്ക് CE മാർക്ക്, ടോട്ടൽ 100ലാണ് വരുന്നത്. അപ്പോൾ 100ൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയാലാണ് A+ മുതൽ ഒരു ഇ ഗ്രേഡ് വരെ കിട്ടുക എന്ന് നോക്കാം. 90 മുതൽ 100 വരെ കിട്ടിയാലാണ് A+ കിട്ടുക. 80 മുതൽ 89 വരെ എ ഗ്രേഡ്, 70 മുതൽ 79 വരെ B+ ഗ്രേഡ്, 60 മുതൽ 69 വരെ ബി ഗ്രേഡ്, 50 മുതൽ 59 വരെ C+ ഗ്രേഡ്, 40 മുതൽ 49 വരെ സി ഗ്രേഡ്, 30 മുതൽ 39 വരെ D+ ഗ്രേഡ്, 20 മുതൽ 29 വരെ ഡി ഗ്രേഡ്, 0 മുതൽ 19 വരെ ഇ ഗ്രേഡ്. അപ്പോൾ ഇത്രയും ഗ്രേഡുകളാണ് ഈ ഒരു രീതിയിലാണ് കിട്ടുക. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും ജയിക്കാനായിട്ട് വേണ്ട ഏറ്റവും കുറഞ്ഞ മാർക്ക് എന്ന് പറയുന്നത് ഈ ഒരു 50ൽ 15 മാർക്കാണ് വേണ്ടത്. അപ്പോൾ ഇത് എല്ലാ വിദ്യാർത്ഥികൾക്കും സാധാരണ കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒട്ടും പേടിക്കേണ്ട യാതൊരുവിധ ആവശ്യമില്ല. അതുപോലെ തന്നെ ഈ ഒരു 100 മാർക്കിൽ നിങ്ങൾക്ക് ജയിക്കാനായിട്ട് വേണ്ടത് ഈ ഒരു 30 മാർക്കാണ്. ഇത് CE ഉൾപ്പെടെ എല്ലാ വിദ്യാർത്ഥികൾക്കും കിട്ടുന്നതാണ്. അതായത് പരീക്ഷയിൽ നിങ്ങൾക്കൊരു 5 മാർക്കോ 80 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ ഒരു 10 മാർക്കോ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ വിദ്യാർത്ഥികൾ പരീക്ഷ ജയിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒട്ടും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.